ഗായ്സ്, വെൽക്കം ബാക്ക് ടു കെ പരിവാർ. നമ്മളിപ്പം നിൽക്കുന്നത് മത്രയിലാണ് കേട്ടോ. മത്ര സൂക്ക് കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോ സൂക്കിന്റെ ആ ഭാഗത്ത് ഭയങ്കര തിരക്കാ. വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സൂചി ഉത്തര ഇടമില്ലാന്ന് പറഞ്ഞ പോലെ അത്ര തിരക്കാ. അപ്പൊ നമ്മൾ ഇവിടെ മത്ര കോർണിഷിന്റെ തൊട്ടപ്പുറത്ത് ഫിഷ് മാർക്കറ്റ് ഉണ്ട്, അതിന്റെ അപ്പുറത്താണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി വന്നപ്പോ കിഡിലൻ വ്യൂ ഉണ്ട് കോർണിഷിന്റെ. എന്റെ ഈ ബാക്കിൽ കാണുന്നത് നമ്മളുടെ ഇവിടുത്തെ സുൽത്താന്റെ ഷിപ്പാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു കിഡിലും വ്യൂ ഒക്കെ കണ്ട് കുറച്ചു നേരം ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്, അതൊക്കെ ആസ്വദിച്ച് നിന്നു. നമുക്ക് നേരം കളയണ്ട, നേരെ നമ്മുടെ സൂക്കിന്റെ വിശേഷങ്ങൾ കാണാനായിട്ട് പോവാം. ഓക്കെ, മത്രയില് വന്നു കഴിഞ്ഞാൽ കാണാൻ ഒരുപാട് കാഴ്ചകൾ ഉണ്ടെങ്കിലും അതിലെ വെറൈറ്റി അട്രാക്ഷൻ ആണ് ഈ കോട്ട. ഇതിന്റെ മേലോട്ട് കയറാനായിട്ട് പറ്റും കേട്ടോ. മറ്റൊന്ന് ദേ ഈ കോട്ട. പിന്നെയുള്ള അട്രാക്ഷൻ ആണ് ദേ ഈ കാണുന്ന കോർണിഷ്, മത്ര കോർണിഷ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് കപ്പലിൽ ഇറങ്ങുന്ന ഒരു സ്പോട്ടാണിത്. ഒമാനിലെ മസ്കറ്റിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് മത്ര കോർണിഷ് കേട്ടോ. ഒമാനികളും നമ്മളിവിടെ വന്ന് താമസിക്കുന്നവരും ടൂറിസ്റ്റുകളും ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്പോട്ടും കൂടിയാണ്. നമ്മളിപ്പോ സൂക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചുണ്ട് നമ്മ വണ്ടി പാർക്ക് ചെയ്തോടത്ത് അങ്ങോട്ട് നടക്കാനായിട്ട്. കോർണിഷിലൂടെയുള്ള നടത്തം നമ്മളേലും എൻജോയ് ചെയ്തത് കല്ലു കേട്ടോ. കുറെ നടന്നു പാവം. കുറച്ചെത്തിയപ്പോഴത്തേനും ദേ കാലൊക്കെ കഴിച്ച് ഒരു ബെഞ്ചിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഒരു ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ സ്പോട്ടാണ് കേട്ടോ മത്ര. ഈ കാണുന്നതൊക്കെ കുറെ പഴക്കം ചെന്ന ബിൽഡിംഗ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മറ്റേ സൈഡിലെ കടലും. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ സൂക്ക് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഞാൻ കാണിച്ചു തരാം. മത്ര സൂക്ക്. സൂക്ക് എന്ന് വെച്ചാൽ മാർക്കറ്റിനും കൂടെ മീനിങ് ഉണ്ട് കേട്ടോ. 200 വർഷം പഴക്കമുള്ള ഒമാനിലെ ഏറ്റവും പഴക്കം ചെന്ന മാർക്കറ്റുകളിൽ ഒന്നാണ് മത്ര സൂക്ക്. ഈ സൂക്കിന്റെ പഴമയാണ് അതിന്റെ ബ്യൂട്ടി, അല്ലെങ്കിൽ ആകർഷണീയത എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാട്ടോ. ഈ മത്ര സൂക്കിലേക്ക് കേറുമ്പോ തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു പ്രത്യേക തരം നല്ലൊരു മണമാണ്. കുന്തിരിക്കത്തിന്റെയാണ് കേട്ടോ ആ മണം. 2 ടൈപ്പ് കുന്തിരിക്ക ഉണ്ടായിരുന്നു, കഴിക്കാൻ പറ്റുന്നതും പുകയ്ക്കുന്നതും. ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന കുന്തിരിക്ക ഉണ്ടെന്ന് അറിയുന്നതും കാണുന്നതുണ്ടോ. അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ അവിടെ ഉള്ളത്. സ്മെല്ലൊരു രക്ഷയില്ല. നമ്മൾ ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ സ്മെല്ലുണ്ട്. പിന്നെ ഓൾറെഡി അവരവിടെ പുകയ്ക്കുന്നതിന്റെ വേറെ സ്മെല്ല്. പിന്നെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു ഏരിയയാണ്. അതിന്റെ സ്മെല്ല്, സ്പൈസസിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ശരിക്കും മൂക്കിലേക്ക് അടിച്ചു കയറുക ആ ഭാഗത്തെത്തുമ്പോൾ. അത് കഴിഞ്ഞ് കുറച്ച് പോകുമ്പോൾ ഈ ഊത്, അറേബ്യൻ സ്പ്രേ, അതിൻ്റെ ഒക്കെ വേറെ തന്നെ ഒരു സ്മെല്ല്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. മണങ്ങളുടെ ഒരു ലോകം തന്നെയായിരുന്നു ഒരു ഏരിയ ഭാഗം. ഒരു ഏരിയ എന്നല്ല, ഓരോരോ സ്ട്രീറ്റില് മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ള മേൽക്കൂരകളുള്ള ഇടവഴികളാണ് കേട്ടോ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. സൂര്യന്റെ വെളിച്ചത്തിന് പകൽ സമയത്ത് പോലും ഇവിടേക്ക് നോ എൻട്രി ആണ്. അതുകൊണ്ട് തന്നെ ഒമാനികൾക്കിടയിൽ ഈ മാർക്കറ്റിന് വേറൊരു പേരും കൂടി ഉണ്ട്, മാർക്കറ്റ് ഓഫ് ഡാർക്ക്നെസ്. നമ്മൾ കയറി വരുന്ന ആ ഒരു മെയിൻ എൻട്രിൽ കൂടി ആയിരിക്കത്തില്ല നമ്മൾ പുറത്തോട്ട് ഇറങ്ങുക. അത്രയും പരന്നു കിടക്കുന്ന വിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റാണിത്. അത്രയും സ്ട്രീറ്റുകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അങ്ങനെ മറ്റു കാഴ്ചകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുവിധത്തിൽപ്പെട്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ചെരുപ്പുകൾ കണ്ടില്ലേ, അതേപോലെ തന്നെ കുറേ വെറൈറ്റി ലൈറ്റുകളുണ്ട്, നല്ല ഭംഗിയുള്ള ലൈറ്റുകൾ. പിന്നെ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ കുറേ കുട്ടി കുട്ടി ഷോപ്പുകളുണ്ട്. അവിടെയൊക്കെ കിടിലൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളെ വീടിൻ്റെ ഡെക്കോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട്. നല്ല കിടിലൻ ബാഗുകളുണ്ട്. നല്ല ലെതർ ബാഗാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഒക്കെ. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങൾക്ക് പോലത്തെ ഒരു ഐറ്റം. ഇതുപോലെ കുറെ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ താഴെ കാണുന്നത് കുറെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒമാനി പാത്രങ്ങളും ഗ്ലാസ്സുകളും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഓരോ ലൈറ്റുകളും തന്നെ ഓരോരോ സ്പെഷ്യാലിറ്റീസ് ഉള്ളതാണ്. അത്രയും വെറൈറ്റി ലൈറ്റുകളുണ്ട് കേട്ടോ. ഇത് ഒമാനീസിന്റെ ട്രഡീഷണൽ ഡ്രസ്സിന്റെ ഒപ്പം അവർ വെയർ ചെയ്യുന്ന മെയിൻ സംഭവമാണ് ഖഞ്ചർ എന്നാണ് ഇതിനെ പറയാട്ടോ. ഈ കത്തി, ഇതൊരു കത്തിയാണ്, അതിന്റെ ഒരയാണ് ഈ കാണുന്നത്. അതിന്റെ ഉള്ളിലാണ് കത്തി ഉള്ളത്. ഒരു 1.5 വർഷമൊക്കെ എടുത്തിട്ടാണ് ഇതൊരെണ്ണം തന്നെ അവർ ബിൽഡ് ചെയ്യുന്നത്. ഇവര് ഒക്കേഷണലി അവരുടെ വല്ല ഫങ്ഷൻസിനൊക്കെയാണ് ആ ഡ്രസ്സിന്റെ ഒപ്പം അവർ മെയിൻ ആയിട്ട് ഇത് ധരിക്കുന്നത് കേട്ടോ. എനിക്ക് ഇത് ഒന്ന് തൊട്ട് നോക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അത് തൊട്ടേന്റെ സന്തോഷമാണ് ആ കണ്ടത്. അങ്ങനെ കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അടുത്ത സ്ട്രീറ്റിലോട്ട് നടന്നു പോകുമ്പോൾ ഡ്രസ്സുകളുണ്ട്,
കുറെ ബാഗുകളുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ കുറെ സ്പേസസ് ഒക്കെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള കുറെ പാത്രങ്ങളും അങ്ങനെ കുറെ കുട്ടി 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 ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ കുറെ ആന്റിക് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒറിജിനൽ ആന്റിക് ആണോ എന്നറിയില്ല, എന്നാലും ആന്റിക് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതാണ് കുറെ ആൾക്കാർ മേടിച്ചും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറെ വെറൈറ്റി മാലകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് പണ്ട് ഒമാനികൾ യൂസ് ചെയ്തിരുന്നതായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ നോർമലി സാധാരണ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള മാലകള്, വളകള്, അങ്ങനത്തെ കുറെ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. ഡ്രസ്സസ് ഉണ്ടായിരുന്നു. ഒമാനീസിന്റെ ട്രഡീഷണൽ ഡ്രസ്സസുകൾ കുറെ ഉണ്ടായിരുന്നു. നമുക്ക് നോർമലി യൂസ് ചെയ്യുന്ന നമ്മളുടെ നോർമൽ ഡ്രസ്സസ് ഉണ്ടായിരുന്നു. കുറെ കട്ട് പീസ് തുണികൾ ഉണ്ടായിരുന്നു. ഇനി സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള അതിന്റെ സംഭവങ്ങൾ മാത്രം കിട്ടുന്ന കടകളുണ്ട്. അങ്ങനത്തെ കുറെ കടകളുണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മളൊരു കടയിൽ കയറിയിട്ട് പുകയ്ക്കുവാനായിട്ട് അതിൻ്റെ സ്മെല്ലുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ചു. ഇവിടെ വന്നിട്ട് അത് മേടിക്കാതെ പോകുന്നത് മോശമല്ലേ? തിരിച്ച് പിന്നെ പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴി തപ്പുന്ന ഒരു ചടങ്ങാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അതൊരു വല്ലാത്ത ചടങ്ങ് തന്നെയായിരുന്നു. കാരണം നമ്മൾ ഒരു സ്ട്രീറ്റിൽ നിന്ന് അടുത്ത സ്ട്രീറ്റിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഇതിന്റെ ഉള്ളിൽ കയറി പുറത്തേക്ക് എങ്ങനെ ഇറങ്ങാനറിയാൻ കേറിയ വഴിയിൽ കൂടെ തന്നെ പുറത്തിറങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് കേറിയതെങ്കിലും പുറത്തെത്തിയത് വേറെ ഏതോ ഒരു വഴിയിൽ കൂടെയായിരുന്നു. അങ്ങനെയാണ് ഇവിടെ കുറേ വഴികളുണ്ട്. അത്രയും സ്ട്രീറ്റ് ഉണ്ട്, അത്രയും ഷോപ്പ് ഉണ്ട്, അത്രയും കാഴ്ചകൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാനും ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ടൂറിസ്റ്റുകളാണ് കേട്ടോ. അങ്ങനെ വരുന്ന ഏതൊരു ടൂറിസ്റ്റും മറക്കാണ്ട് വിസിറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്ലേസും കൂടിയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഏത് ഫ്രണ്ട്സ് വന്നാലും കൊണ്ടുവരുന്ന ഒരു പ്ലേസും കൂടിയാണ് മത്ര സൂക്ക്. കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഞാനത് പറഞ്ഞല്ലോ, ഞങ്ങളൊരു ഫിഷ് മാർക്കറ്റിന്റെ അടുത്ത് വണ്ടി ഇട്ടിട്ടാണ് ഇങ്ങനെ നടന്നു വന്നതെന്ന്. ആ ഫിഷ് മാർക്കറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ സൂം ഔട്ട് ചെയ്തിട്ട് പോലും ഒറ്റ ഫ്രെയിമിൽ എനിക്കത് കൊള്ളിക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് വലുതായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മത്ര വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.